അക്ബർ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദേശീയപാത നിർമ്മാണം അതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. നമ്മളിപ്പോൾ ഈ എറണാകുളത്തിൻ്റെ തെക്കോട്ടുള്ള ജില്ലകൾ എടുത്താൽ അവിടെ ദേശീയപാത നിർമ്മാണം 50% പോലും പൂർത്തിയായിട്ടില്ല. അതേസമയം മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതുപോലെ തന്നെയാണ് കാസർഗോഡ് മുതൽ മലപ്പുറം, അതല്ലെങ്കിൽ മലപ്പുറം തൃശ്ശൂർ ബോർഡർ വരെ ഏറെക്കുറെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിലാണ് ഈ പ്രശ്നം വന്നിട്ടുള്ളത്. നമുക്കറിയാം, സമരങ്ങളും പ്രക്ഷോഭങ്ങളും എതിർപ്പുകളും ഒക്കെ കൊണ്ട് പലവട്ടം മുടങ്ങിപ്പോയ, തടസ്സപ്പെട്ടു പോയ ഒരു വിഷയമാണ്. അപ്പോൾ ഇവിടെ ഈ വിഷയത്തിൽ കൂരിയാടുണ്ടായിട്ടുള്ള വിഷയം സ്വാഭാവികമായിട്ടും ഇനി അതുപോലെ ആ റോഡ് പണിയാൻ പറ്റില്ലായിരിക്കും. അവിടെ സീരിയസ് ആയിട്ടുള്ള കറക്ഷൻ വേണമായിരിക്കും. മറ്റു ചില സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ തലപ്പാറ പോലെയുള്ള ഭാഗങ്ങളിൽ നിന്ന് വിള്ളലുകൾ ഒക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ വലിയൊരു നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ചിലപ്പോൾ ഒക്കെ ഉണ്ടാകാവുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിച്ചു പോവുക എന്നുള്ളതല്ലേ ഉള്ളൂ. അതല്ലാതെ ഇനി ഇതിൻ്റെ മൊത്തം ഡിസൈൻ മാറ്റണം, അതല്ലെങ്കിൽ ഇതെല്ലാം ഒന്നും ശരിയല്ല, അങ്ങനെ നമുക്കിത് ആലോചിച്ച് പരിഹരിക്കാനും പറ്റില്ലല്ലോ. ശ്രീ അഭിലാഷ്, എനിക്ക് കുറച്ച് സമയം വേണം. കാര്യം എന്താ അറിയോ, ഇവിടെ നമ്മുടെ CPM-ൻ്റെ MLA ശ്രീ വിജിൽ, താങ്കളൊരു MLA ആണ് എന്നുള്ള ഓർമ്മ വേണം. ഒരു ചെറിയ വീട് നിർമ്മാണത്തിനോട് സമീകരിക്കുകയാണ് 12ഉം 14ഉം 16ഉം മീറ്ററുള്ള മണ്ണ് ഡംപ് ചെയ്തിട്ട് കൂരിയാട് പോലുള്ള വളരെ എക്കോളജിക്കലി ആയിട്ടുള്ള വയലിനകത്ത് റോഡ് ഉണ്ടാക്കിയത്, അതും വീട് നിർമ്മാണവുമായി സമീകരിക്കുകയാണ്. ശരി, പോട്ടെ. എന്നാൽ താങ്കളൊരു കാര്യം ചെയ്യൂ, എങ്ങനെ ഈ റോഡ് ബലപ്പെടുത്തു ഒന്നും കൂടി പറഞ്ഞതാ. നിങ്ങൾ നേരത്തെ അഭിലാഷ് ചോദിച്ചു, നേരത്തെ ഈ റോഡ് നിർമ്മാണത്തിൻ്റെ സമയത്ത് പൊതുജനങ്ങളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നു. ധാരാളം എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് നിങ്ങളെ ലേഖകനോട് ഇന്നലെ പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ധാരാളം പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഈ നിർമ്മാണത്തിനകത്ത്, ഇത് കേരളത്തിലൂടെ കടന്നു പോകുന്ന NH 66, ഇത് 644 കിലോമീറ്ററാണ്. ഇതിനകത്ത് മലപ്പുറം ജില്ലയുടെ റീച്ച് എന്ന് പറയുന്നത് ഏതാണ്ട് 60-ൽ പരം കിലോമീറ്ററാണ്. അത് രാമനാട്ടുകരയിൽ നിന്ന് പൊന്നാനി വരെ പോകുന്നതാണ്. നിങ്ങളൊന്ന് നോക്ക്, മലപ്പുറം എന്ന് പറയുന്നത് തന്നെ മലകളുടെ പുറമാണ്. അധികവും സ്ഥലം മല തുറന്ന് ആ മണ്ണെടുത്ത് വയലുകളിൽ ഡംപ് ചെയ്ത ഈസി ഓവർ വർക്കാണ് ഈ KNRC ആണ് എടുത്തിട്ടുള്ളത്. നേരത്തെ ആരോ പറഞ്ഞു കോൺട്രാക്ടർ വിമർശിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഗഡ്കരി പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് ബഹുമാനായ ET മുഹമ്മദ് ബഷീർ, കേന്ദ്ര ഉപഗതാഗത ഗതാഗത വകുപ്പ് മന്ത്രി ബഹുമാനായ ശ്രീ നിതിൻ ഗഡ്കരിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ KN റെഡ്ഡി എന്ന് പറഞ്ഞ KN റെഡ്ഡി കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയുന്ന ആ കമ്പനിയെ ഞങ്ങൾ ഡീബാർ ചെയ്യും. മാത്രവുമല്ല IIT-യുടെ ടെക്നിക്കൽ വിദഗ്ധരായ ആളുകളെ വെച്ച് ഇത് അന്വേഷിക്കും. പിന്നെ അവരുടെ അതുപോലെ KNRC-യുടെ ബാങ്ക് ഗ്യാരണ്ടി ഞങ്ങൾ ഹോൾഡ് ചെയ്യും. അങ്ങനെ പ്രഥമ ദൃഷ്ട്യാ മന്ത്രിക്ക് ബോധ്യമായി എന്നാണ് ആശാവഹമായ കാര്യം. മന്ത്രിക്ക് ബോധ്യമായ കാര്യം നിങ്ങളെന്തിനാണ് പ്രിയപ്പെട്ട യുവരാജ് നിങ്ങൾ മറ്റൊരു തലത്തിൽ പറയേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഈ റോഡ് തകർന്നു, എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിക്കുന്നത് പോലെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ പറയാം. അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിൽ റീസ്ട്രക്ചർ ചെയ്ത് റോഡ് നല്ല രീതിയിൽ പുനഃസ്ഥാപിക്കും എന്ന് നിങ്ങൾ പറ. 90% വർക്ക് കഴിഞ്ഞ് ഉദ്ഘാടനത്തിലേക്ക് പോകുന്ന റീച്ചാണ് മലപ്പുറം ജില്ലയിലെ കൂടെ കടന്നു പോകുന്ന ആ റോഡ്. മഴ തുടങ്ങുന്നതിന് മുമ്പേ റോഡ് തകർന്നിട്ട് പ്രൊജക്ട് ഡയറക്ടർ പറയുകയാണ്, ഇന്നലെ ജനപ്രതിനിധികളുമായി മീറ്റിംഗ് കഴിഞ്ഞ് കളക്ടറേറ്റിൻ്റെ ന്യൂസ് ബ്രീഫിംഗ് നടത്തിയപ്പോൾ പ്രൊജക്ട് ഡയറക്ടർ പറയാണ് ഇത് മഴ കൊണ്ട് മണ്ണ് ഇളകി മാറിയതാണ്. എന്ത് ഉത്തരവാദിത്വത്തിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്? പ്രൊജക്ട് ഇതിന്റെ സാങ്കേതിക വിദഗ്ധരെ നിയന്ത്രിക്കുന്ന ആൾ പ്രൊജക്ട് ഡയറക്ടറല്ലേ? അദ്ദേഹമല്ലേ ഇതിനെ എല്ലാത്തിനും സൂപ്പർവിഷൻ നടത്തേണ്ടത്? പിന്നെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണോ ഈ പിന്നെ ഒരു ഹൈവേ ഉണ്ടാക്കുന്നത്? ഹൈവേക്ക് ഏതെല്ലാം ടെക്നിക്കൽ സംഗതികളാണോ, ടെക്നിക്കൽ എക്സ്പേർട്സ് നിർമ്മാണവുമായി സമീകരിക്കുന്നത്. ഒറ്റ കാര്യം കൂടി വിജിൽ, നിങ്ങൾ പിണറായി മഹാനാണ്, മുഹമ്മദ് റിയാസ് മഹാനാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് പരാതിയില്ല. എന്തുകൊണ്ട് തകർന്ന റോഡ് ഈ രൂപത്തിലേക്ക് വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് റോഡ് തകർന്നു? അതിനൊരു കൃത്യമായ ഉത്തരം എന്താ? എന്നിട്ട് ബാക്കി കാര്യങ്ങൾ അതിന് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ ധാരാളം ഉണ്ട്. നിങ്ങൾക്ക് ധാരാളം ടാക്സ് തന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത്. GST നിങ്ങൾ രണ്ടു കൂട്ടരും പിരിച്ചെടുക്കുന്നുണ്ട്. GST എന്താ വന്നത് നിങ്ങൾക്ക് അറിയില്ലേ? ഇതിലൊക്കെ രണ്ട് ഗവൺമെന്റുകൾക്കും IGSTയും സ്റ്റേറ്റ് GSTയും ധാരാളം കിട്ടുന്നില്ലേ? ടാക്സ്, റോഡ് ടാക്സ് എത്രയാണ് നിങ്ങൾ വാങ്ങിക്കുന്നത്? ധാരാളം ഫണ്ടുകൾ കിട്ടിയിട്ടാണ്. അതായത് 1957 ഫണ്ടും ഇന്ന് 2025 സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം ഒന്നാണോ? നിങ്ങൾ അങ്ങനെയാണോ കാര്യങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേ വേണം.